അതെ, ഞാന് ഒരാള് പറഞ്ഞിട്ട് വന്നതാണേ. ഒന്ന് കുത്തിക്ക്. ഇത് തന്നെ ഇവിടെ സംഭവം, മരുന്നില്ലാത്ത ചികിത്സ ഉണ്ടെന്ന് പറഞ്ഞു. ആ പറഞ്ഞ മരുന്ന് യാതൊരുവിധ മരുന്നും ഇല്ല. അതെന്ത് ചികിത്സയാണത്? അത് സിംഗിൾ പോയിന്റ് അക്യുപഞ്ചർ ചികിത്സയാണ്. ചൈനീസ് ചികിത്സയാണ്. ചൈനീസ് ചികിത്സ. മരുന്നുമായിട്ട് യാതൊരു മരുന്ന് കഴിക്കാനേ പാടില്ല. അപ്പൊ ഇവിടെ വന്നിട്ട് നമ്മൾ അസുഖം പറഞ്ഞു കഴിഞ്ഞാൽ അസുഖം പറഞ്ഞു കഴിയുമ്പോൾ നമ്മള് പൾസ് നോക്കി ട്രീറ്റ്മെന്റ് ചെയ്യും. പൾസ് നോക്കിയിട്ട്. അപ്പൊ അത് നോക്കണേ വല്ല മീക്കും വെച്ചാണോ? അല്ലല്ല, കൈ കൊണ്ടാണ്. കൈ കൊണ്ട് നോക്കുവാണ്. അത് ശരി. അപ്പൊ അതിന് പ്രത്യേക വേറെ മരുന്നൊന്നും അങ്ങനെയൊന്നുമില്ല. ഒന്നെങ്കിൽ ഒന്ന് സ്പർശനം, അല്ലെങ്കിൽ ഒരു സൂചി വയ്ക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിലേ എനിക്ക് നടുവേദന ഉണ്ട്. അപ്പൊ അതിനുമായി ബന്ധപ്പെട്ട് എന്താ ചെയ്യാൻ പറ്റണേ? ട്രീറ്റ്മെന്റ് വരും. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കിയാലോ? നോക്കാം. അതെങ്ങനെയാ? കയ്യിലാണ്, സൂചി ഒന്നുമില്ല. കയ്യിലാണ്. സൂചി ചെയ്യുന്നില്ല, കൈ കൊണ്ട് പൾസ് നോക്കും. എന്നിട്ട് പോയിന്റിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യും. മരുന്നൊന്നുമില്ല. ഇതെങ്ങനെയാണ് അറിഞ്ഞത്? ഇതിപ്പോ ഒരാള് ടൗണിൽ വെച്ച് പറഞ്ഞാണ്. അപ്പൊ നടുവേദന നേരത്തെ പോലെ എനിക്ക് മറ്റേ ഡിസ്കിന്റെ ചെറിയ കംപ്ലൈന്റ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ പലപ്പോഴും പല സ്ഥലത്ത് ഹോസ്പിറ്റലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് മൈൻഡ് ചെയ്യാറില്ല. അപ്പൊ ഇന്നലെ 2 ദിവസം മുമ്പ് ടൗണിൽ വെച്ചൊരു വ്യക്തി പറഞ്ഞതാണ് എന്റെ അടുത്ത്, ഇങ്ങനെ മൂവാറ്റുപുഴ പെരുമറ്റമ്പള്ളിയുടെ ഓപ്പോസിറ്റ് ഇങ്ങനെ ഒരു അൽഷിഫ അക്യുപഞ്ചർ ചികിത്സ ഉണ്ട്. അവിടെ ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു. മരുന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ പേടിക്കാനില്ലോ. എനിക്ക് ഇവിടെ മാത്രമല്ല സെന്റർ ഉള്ളൂ. വേറെ എവിടെയാണുണ്ട്? അടിവാട് പുലിക്കുന്നപ്പടി, ഊന്നുകല്ലടുത്ത് കൂറ്റമ്പേരി, പിന്നെ കുറ്റിലഞ്ഞിയിലുണ്ട്, പിന്നെ പെരുമ്പിള്ളിച്ചിറ അൽനസർ തന്ത്ര കോളേജിന്റെ അവിടെ ഉണ്ട്. അവിടെയുണ്ട്. അപ്പൊ ഈ എല്ലായിടത്തും തന്നെ ഓടിയെത്തോ? അല്ല, അതിന് സമയം വെച്ചിട്ടുണ്ട്. സമയമുണ്ട് ഇതിനെല്ലാം. ആഴ്ചയിൽ ഒരിക്കലാണ് ട്രീറ്റ്മെന്റ്. അപ്പൊ സമയം വെച്ചേക്കാണ്. ആ സമയത്തിനനുസരിച്ചാണ് ചെല്ലുന്നത്. ഇന്നിപ്പോ മൂവാറ്റ് സമയം വെള്ളിയാഴ്ച ദിവസം, തിങ്കൾ ബുധൻ വെള്ളി 3 ദിവസം ഉണ്ട്. തിങ്കളാഴ്ച 10 മണി മുതൽ 1 മണി വരെയും, ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും 3 മണി മുതൽ 5 മണി വരെ. 5 മണി വരെ ഉണ്ട്. അപ്പൊ എന്നാ നമുക്കൊന്ന് നോക്കിയാലോ? നോക്കാം. ഇതിപ്പോ പൾസ് നോക്കണേണോ? ഇത് പൾസ് നോക്കുന്നതാണ്. ഹോസ്പിറ്റലൊക്കെ തന്നെ മെഷീൻ വെച്ചാ? ഇത് മെഷീനല്ല, നമ്മുടെ കൈ കൊണ്ട് തന്നെ പൾസ് നോക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ 6 പൾസാണ് നോക്കുന്നത്. അത് ഓരോ ഇന്റേണൽ ഓർഗൻസുമായിട്ടാണ് ഈ പൾസിന് ബന്ധം. അപ്പൊ ഏത് എലമെന്റിലാണ് കംപ്ലൈന്റ് നോക്കും, എന്നിട്ടാണ് നമ്മൾ നീണ്ടു വയ്ക്കുന്നത്. അല്ല, ഒരു സംശയം ചോദിച്ചോട്ടെ, നമ്മൾക്ക് ഈ പൾസ് നോക്കിക്കൊണ്ട് തന്നെ നമ്മുടെ അസുഖം കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെ പിടിക്കും? ഇപ്പൊ ഈ പൾസ് നോക്കി കഴിഞ്ഞപ്പോൾ ഇയാളുടെ ശരീരത്ത് വെള്ളത്തിന്റെ അംശം കൂടുതലാണ്. വെള്ളത്തിന്റെ അംശം കൂടുതലാണ്. നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ദാഹത്തിനനുസരിച്ച് മാത്രം കുടിക്കുക. ഇരുന്നുകൊണ്ട് കുടിക്കുക. അത് ഓവറായിട്ട് വെള്ളം കുടിക്കരുത്. അപ്പൊ നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. ഞാൻ ഭയങ്കര വെള്ളം കുടിക്കാം. വെള്ളത്തിന്റെ അംശം വളരെ കൂടുതലാണ്. വെള്ളം ശരിക്കും ഞാൻ കുടിക്കും. അത് ദാഹത്തിനനുസരിച്ച് മാത്രം കുടിക്കുക, ഇരുന്നുകൊണ്ട് കുടിക്കുക. അപ്പൊ ആ പോയിന്റാണ് എടുത്ത് കാണിക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റാണ്? അതിന് ഒരു പോയിന്റില് നമ്മൾ പൾസ് നോക്കിയപ്പോ മനസ്സിലായല്ലോ ഈ സ്ഥലത്താണ് കംപ്ലൈന്റ്. നമ്മൾ ആ പോയിന്റില് ഒരു സൂചിയോ അല്ലെങ്കിൽ സ്പർശനമോ മതി. അതെ, ഇപ്പൊ ഇവിടെ നോക്കിയോടത്തിലാണോ ചെയ്യണത്? അല്ല, നമ്മൾ ഒരു പോയിന്റ്, അതായത് നമ്മൾ അക്യുപഞ്ചർ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ഊർജ്ജ പാതകളുണ്ട്, മെറീഡിയൻസ് എന്ന് പറയും. ആ പോയിന്റിലാണ് ട്രീറ്റ്മെന്റ് തന്നെ. ഈ പഞ്ചഭൂത സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ട്രീറ്റ്മെന്റ്. വുഡ്, ഫയർ, എർത്ത്, എയർ, വാട്ടർ എന്ന് പറയും. ഇപ്പൊ വാട്ടർ എലമെന്റിലാണ് ഡിസ്ഫങ്ഷൻ കാണിക്കുന്നത്. അപ്പൊ അത് വെച്ചത് ഒരു പോയിന്റിലാണ് ട്രീറ്റ്മെന്റ് തരുന്നത്. ഇപ്പൊ ഇത് ഈ ചികിത്സ ഏത് രീതിയാണ്? ഈ ചികിത്സ ശരിക്കും ഇത് 2000 വർഷം മുമ്പുള്ള ചൈനീസ് ചികിത്സയാണ്. ചൈനീസ് ചികിത്സയാണ്. ഇപ്പൊ കേരളത്തിലോ? ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ കേരളത്തിലുണ്ട്. നമ്മുടെ മൂവാറ്റുപുഴയിലുണ്ടോ? വേറെ മൂവാറ്റുപുഴയിലും പലയിടത്തും ഉണ്ട്. സിംഗിൾ പോയിന്റ് അക്യുപഞ്ചർ സെന്ററുകൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതാണ് നല്ലത്. സിംഗിൾ പോയിന്റ്, അതായത് ഒറ്റ സൂചിയിലാണ് ഞങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ഒറ്റ സൂചി വെക്കും അല്ലെങ്കിൽ ഒരു ടച്ച്. മറ്റുള്ളത് ചെയ്യുന്ന കുറെ സൂചികൾ വെച്ചാണ് മൾട്ടി നീഡിൽ ചെയ്യുന്നത്. അപ്പൊ അത് വ്യത്യാസമുണ്ട് ട്രീറ്റ്മെന്റ്. അതല്ല, സിംഗിൾ പോയിന്റ് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ഒരു സ്പർശനമോ ഒരു സൂചിയോ ആണ് വയ്ക്കുന്നത്. ഇപ്പൊ എന്താ ചെയ്യാം? സൂചി വെച്ച വേദന എടുക്കുവോ? സൂചി വെച്ച വേദന എടുക്കൂല. സൂചി തന്നെ വെച്ചാൽ മതി. അത്രേ ഉള്ളൂ വ്യത്യാസം. ഇതാണ് ഇതിപ്പോ വച്ച് കഴിഞ്ഞു. ഇനി വച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇനി എന്താ ചെയ്യണേ?
അല്പസമയം കഴിയുമ്പോൾ എടുക്കും. അല്പസമയം കഴിയുമ്പോ എടുക്കാം. ഏകദേശം എത്ര മിനിറ്റ്? അങ്ങനെയൊന്നുമില്ല, മിനിറ്റ് ഇല്ല, സെക്കൻഡുകൾക്ക് മതി. അതായത് ഒരു എനർജി ഷെയറിംഗ് നടന്നു കഴിഞ്ഞാൽ സൂചി എടുക്കും. ഇതിപ്പോ എത്ര നാളായി ചികിത്സ? ഇപ്പൊ 4 വർഷമായി ഞാൻ തുടങ്ങിയിട്ട്. 4 വർഷമായി. അപ്പൊ ഇത് ഡോക്ടർ എന്നല്ല ഇതന്നെ ഇതേക്കണ അക്യൂ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. അക്യൂപിയർ ഷാജിദ. വീട് എവിടെയാന്ന്? കോതമംഗലം അടിവാടോ? കോതമംഗലം അടിവാട്. എവിടെ വർക്ക് ചെയ്യണം? വേറെ എന്താ ജോലി ഉണ്ടോ? വേറെ ടീച്ചറായിരുന്നു. ഇപ്പം ഞാൻ മൂവാറ്റുപുഴ മോഡൽ സ്കൂളില് തുല്യത പഠിപ്പിക്കുന്നു. ഇതിന്റെ സമയം കഴിഞ്ഞു. എത്ര നേരം ഉള്ളൂ? നേരം മതി. എനർജി ഷെയറിംഗ് പൂർണ്ണമായിട്ട് നടന്നു കഴിഞ്ഞു. വേറെ ഒന്നുമില്ല. അത് ശരി. അപ്പൊ ഇനി എന്താ ഊരണോ? അത് ഊരിയെടുക്കും. ഇത്ര കേസുള്ളൂ. അങ്ങനെ വേദന എടുക്കോ, ബ്ലഡ് വരും, ഒന്നും ചെയ്യില്ല. വരുന്നുണ്ടോ എന്ന് നോക്കി ബ്ലഡ് ഒന്നുമില്ല. അപ്പൊ ഇനി അടുത്താണ് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് നവാസ്. നമസ്കാരം. എന്നാണ്ട് വിശേഷം? സുഖം തന്നെ. അതെ, നവാസ് വിളിച്ചു. ഇപ്പൊ ഡോക്ടർ നവാസ് വിളിക്കേണ്ട വരുമോ? ഇല്ല, അതിപ്പോ ഞങ്ങളുടെ ഡെസിഗ്നേഷൻ വരുന്നത് അക്കുപിയാർ നവാസ് MS അല്ലേ? അപ്പൊ ഇതിന്റെ ബിരുദാണ് മാസ്റ്റർ ഡിപ്ലോമ. എന്നാ വിശേഷമൊക്കെ? സുഖം തന്നെ. എങ്ങനെയാണ് പരിപാടി? അത് ഇപ്പൊ നിലവില് ക്ലിനിക്കുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം പേഷ്യന്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഞാനും വേറൊരാളും കൂടി ഉണ്ട്. ഞങ്ങള് ഓരോ ദിവസം മാറിയാണ് ഇരിക്കുന്നത്. അപ്പൊ എന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഞാൻ ടൗണിൽ വെച്ച ഒരാളെ കണ്ടു. അപ്പൊ ഇങ്ങനെ സംസാരിച്ചപ്പോ പുള്ളിക്കാരൻ പറഞ്ഞു, ഇങ്ങനെ നമ്മുടെ പെരുമറ്റംപള്ളിയുടെ അടുത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അൽഷിഫ ക്ലിനിക് എന്ന് പറഞ്ഞ മരുന്നില്ലാത്തൊരു ക്ലിനിക്ക് ഉണ്ട്. അൽഷിഫ അക്യുപഞ്ചർ സെന്റർ, മരുന്നില്ലാത്ത ചികിത്സ. ഇത് പറ്റിപ്പൊന്നും അല്ലല്ലോ? ഒരു കാരണവശാലും ഇല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരള സർക്കാരിന്റെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലേ? കേന്ദ്രത്തിന്റെ കേരളത്തിന്റെ ആണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് അല്ലാതെയുള്ള പരിപാടി. കാരണം ഒരുപാട് തട്ടിപ്പ് അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് നടക്കുന്നുണ്ട്. ചികിത്സയ്ക്ക് ഒരുപാട് ആളുകൾ നടത്തുന്നുണ്ട്. ഇഷ്ടമാതിരി ഈ ഒരു കാലഘട്ടത്തിൽ പങ്കാളികൾ ഉൾപ്പെടെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ലോകത്തിലെ 8000 വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിൽ ഉത്ഭവിച്ച് ഇപ്പോഴും സജീവമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രീറ്റ്മെന്റാണ് അക്യുപഞ്ചർ. അപ്പൊ ഇപ്പോഴും ഒരുപാട് നമ്മുടെ എറണാകുളം ജില്ലയിൽ തന്നെ ഏകദേശം ഒരു 450ഓളം അക്യുപഞ്ചർ സെന്റർ ഉണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾക്ക് ഇത് അസുഖങ്ങൾ മാറി റിസൾട്ട് ഒരുപാട് ആളുകളുണ്ട്. ഇതിനെ കുറിച്ച് ഒരുപാട് ആളുകളിലേക്ക് എത്തിച്ചേർന്നിട്ടും ഇല്ല. അപ്പൊ എനിക്കൊരു സംശയം തോന്നിയെന്നറിയോ, ഇത് മരുന്നില്ലാത്ത എന്ത് ചികിത്സ? ആദ്യം ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. മരുന്നില്ലാതെ എന്ത് ചികിത്സ? സാധാരണ ചികിത്സ എന്ന് പറയുമ്പോൾ മരുന്നുണ്ടല്ലോ. എല്ലാവരും അങ്ങനെ തന്നെ അങ്ങനെ ഞാൻ ചിന്തിച്ചത്. അപ്പൊ ഇങ്ങനെ വേറൊരു ഇവിടെ വന്ന ഒരു സുഹൃത്താ പറഞ്ഞത്, ഇത് ഞങ്ങളുടെ ഒരു സൂചി, നേരത്തെ സൂചി കൊണ്ട് കയ്യിൽ ഒന്ന് സ്പർശിക്കും. പുള്ളിക്കാരത്ത് കാണിച്ചു. ബ്ലഡ് വരില്ല. അതുപോലെ തന്നെ സൂചി ഇല്ലെങ്കിൽ കൊച്ചു കുട്ടികൾക്ക് ഞങ്ങൾ സ്പർശനം മാത്രം കൊടുക്കും. ആ സ്പർശനത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഏതൊരു അസുഖങ്ങൾക്കും നമുക്ക് കറക്റ്റ് ആയിട്ട് അതിനുള്ള പരിഹാരം ഉണ്ടാകും. അപ്പൊ ഏതൊക്കെ അസുഖത്തിന് ചികിത്സ നടക്കുന്നുണ്ടോ ഇവിടെ? ഒരു മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന എല്ലാ അസുഖങ്ങൾക്കും നമുക്ക് എന്ത് അസുഖം ഉണ്ടെങ്കിലും ഇവിടെ ചികിത്സിക്കും. തീർച്ചയായിട്ടും. അപ്പൊ ഇന്ന അസുഖമൊന്നുമില്ല. മരുന്നുമില്ല. ഒരു മരുന്നുമില്ല. ഇത് അനുഭവിച്ചറിഞ്ഞിരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ, കാരണം ഇപ്പൊ എന്റെ അടുത്ത് വരുന്നത് തന്നെ പല അസുഖങ്ങൾക്കും വരുന്ന ആളുകളുണ്ട്. അപ്പൊ അതില് ചില ആളുകൾക്കൊക്കെ ആദ്യത്തെ പ്രാവശ്യത്തിൽ തന്നെ സുഖം കിട്ടി അവര് നിർത്തും. ഇത് നമുക്ക് ഏതെങ്കിലും അസുഖത്തിന് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറമുണ്ടെങ്കിൽ തിരിച്ചു വരേണ്ട കാര്യമില്ല. അല്ലാതെ നമ്മൾ മറ്റുള്ള ആശുപത്രികളിൽ കൂടെ പോകുമ്പോൾ നിങ്ങൾ 2 ദിവസം കഴിയുമ്പോൾ ഒന്നും കൂടെ പോരെ എന്ന് പറയുന്ന പരിപാടിയില്ല. പിന്നെ ഒരു 2ാമത്തെ പ്രാവശ്യം വരുമ്പോൾ കുറവ് കിട്ടുന്ന ആളുകളുണ്ട്. അപ്പൊ 2 പ്രാവശ്യം കൊണ്ട് തീരും പരിപാടി. ചിലപ്പോ 3ാമത്തെ പ്രാവശ്യം ഉണ്ട്. ചില ആളുകൾ ഒരു മാസത്തില് 5-6 ട്രീറ്റ്മെന്റ് അക്യുപഞ്ചർ വരുന്നത്. അത് മസ്റ്റ് ആയിട്ടും എടുത്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിന് യഥാർത്ഥമായിട്ടുള്ള ആ ഒരു കുറവ് നമുക്ക് ഫീൽ ചെയ്യും. അതിന് കാരണം ഒരുപാട് ആൾക്കാർ പല രീതിയിലും ഇത് മനസ്സിലാക്കി അവരുടെ കുറവുകൾ ഇവിടെ വന്ന് ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാൻസർ സെന്ററിൽ അല്ല, ക്യാൻസറും ചികിത്സയുണ്ട്. തീർച്ചയായിട്ടും. നമ്മളെന്താ ഈ പറയണേ? അത് കാരണം ഒരുപാട് ആളുകൾക്ക് ഇത് ആരും പറയുമ്പോൾ അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങള് പഠിപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ അധ്യാപകൻ, ഞങ്ങളുടെ മാഷ് അക്യുപിയാർ
ഷുഹൈബ് റിയാൽ സാർ, അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് കിട്ടും. അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ കയറി കഴിഞ്ഞാൽ ഷുഹൈബ് റിയാൽ, അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ, കാരണം ലക്ഷക്കണക്കിന് ആളുകളെ പഠിപ്പിച്ച് നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്തേക്ക് ഇറക്കിയിരിക്കുന്ന ഒരുപാട് അക്യുപഞ്ചറിസ്റ്റുകളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാ അസുഖങ്ങൾക്കും ഇവിടെ വരുന്ന ആളുകൾക്ക് ശമനം കൊടുക്കാറുണ്ട്. അപ്പൊ ചിലപ്പോ ഒരു പ്രാവശ്യം വന്ന ഒറ്റ പ്രാവശ്യം കൊണ്ട് മാറും, ചിലപ്പോ 1, 2 അല്ലെങ്കിൽ 3 പ്രാവശ്യം വരണ്ട. പിന്നെ ഇതിന്റെ പൈസയൊക്കെ ഇങ്ങനെ വലിയ പൈസ ആവും ഇല്ല. അതുകൂടെ അറിയണമല്ലോ. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോ അവിടെ ചെല്ലുമ്പോൾ ടിക്കറ്റ് ചീട്ട് എടുക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് 500 രൂപ, ഏറ്റവും ചുരുങ്ങിയത്. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ഒരു 500 രൂപ വരും, ഏറ്റവും കുറഞ്ഞത്. അത് കഴിഞ്ഞാൽ പിന്നെ അവര് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതി തരും വേറെ പൈസ, അത് വേണം 1000. പിന്നെ മരുന്നിന് വേണ്ടിയിട്ടുള്ള വേറെ പൈസ വരും. ഒരു മനുഷ്യൻ പോയി കഴിഞ്ഞാൽ എങ്ങനെയായാലും 3000 രൂപ അതിന്. ഇവിടെ എന്ന് പറഞ്ഞാൽ 200 രൂപ കൂടുതൽ 200 രൂപ കൊണ്ട് പരിപാടി വരും തീർച്ചയായിട്ടും. കാരണം അത് അനുഭവത്തിൽ ഒരുപാട് പേരുണ്ട്, ഒത്തിരി പേര് വരുന്നുണ്ടല്ലോ, ഒരുപാട് പേര് ഇപ്പൊ കേട്ടത് ഒരുപാട് പേര് വരുന്നുണ്ട്. പിന്നെ കൊച്ചു കുട്ടികളൊക്കെ മരുന്ന് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ട്, അവർക്ക് എനിക്ക് ഇഷ്ടമാണ്. അതുപോലെ തന്നെ വയസ്സായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ മരുന്ന് കഴിക്കാൻ ബുദ്ധിമുട്ട്, കൂടിയൊക്കെ ഇറങ്ങി പാർത്തവരും അവർക്കൊക്കെ ശരിക്കും ഗുണം ചെയ്യുന്നുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര്. അതൊരു നല്ലൊരു കാര്യമാണ്. അത് ചെറിയ പൈസ ആവണുള്ളൂ. അതിനെല്ലാം പിള്ളേർക്കെന്നൊക്കെ പറഞ്ഞാൽ മരുന്ന് കഴിക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പൊ അവർക്കൊന്നും മരുന്ന് കഴിക്കണ്ടല്ലോ, അവർക്കൊരു മരുന്നില്ലല്ലോ, മരുന്നില്ല. സുഹൃത്തെ, നമുക്ക് ഒരു ബലമായ ഒരു സംശയം, നിങ്ങൾ എല്ലാത്തിനും ചികിത്സ നടത്തുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇപ്പൊ ഒരു വണ്ടി ആക്സിഡന്റ് ഉണ്ടായി ഇവിടെ പോകുന്നു, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും വണ്ടി ആക്സിഡന്റുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് ചതവോ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മെയിൻ ആയിട്ട് ആളിന് വേണ്ടത് റെസ്റ്റാണ്, ധൈര്യം വേണം. കാരണം അക്യുപഞ്ചറില് ആ ട്രീറ്റ്മെന്റ് ചെയ്ത എനിക്ക് വിശ്വാസമാണ്. ഇത് കൂടുതലും ആളുകൾ അലോപ്പതി മരുന്നൊക്കെ കഴിച്ച് ഒറ്റയടിക്ക് മാറുന്നതിന് വേണ്ടി അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു വേണ്ടി നമ്മൾ കുറച്ച് റെസ്റ്റ് ആവശ്യമാണ്. നമ്മൾ അതിന് വേണ്ടി ഒരു സമീപനം പാലിക്കാൻ 3 ദിവസം അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഇപ്പൊ ബ്ലഡ് പോകാനും ബ്ലഡ് സ്വന്തമായിട്ട് നമ്മുടെ ശരീരം ബ്ലഡ് അറസ്റ്റ് ചെയ്യും. അതിന് സജ്ജീകരണം നമ്മുടെ മനുഷ്യ ശരീരത്തിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് ചെയ്യാൻ പല ആളുകളും തയ്യാറല്ല. കാരണം അതുവരെ ആ ഒരു പേഷ്യന്റിന് ചിലപ്പോൾ ഛർദിക്കാം, ചിലപ്പോൾ പനി ഉണ്ടാകാം, ചിലപ്പോൾ മറ്റുള്ള വേറെ BP കൂടാം. ഇതൊക്കെ നോർമലായിട്ട് വരും. അത് ആദ്യം വന്ന് വരുത്തി ഇതൊക്കെ നോർമലായിട്ട് വരും. അതുവരെ വെയിറ്റ് ചെയ്യാൻ തയ്യാറല്ല ചില ആളുകൾ. അപ്പൊ സുഹൃത്തെ, നമ്മുടെ ഇതിന്റെ പ്രവർത്തന സമയമൊക്കെ എങ്ങനെയാണ്? ഡെയിലി ഉണ്ടോ? അപ്പൊ ഇത് എല്ലാ ദിവസവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിങ്കളാഴ്ച ഇവിടെ ഒരു ലേഡി ഒരാളുണ്ട്. തിങ്കളാഴ്ച രാവിലെ മുതൽ ഉച്ചവരെ. പിന്നെ ചൊവ്വാഴ്ച എന്റെ ഡ്യൂട്ടിയാണ്. ചൊവ്വാഴ്ച രാവിലെ മുതൽ ഉച്ചവരെ ഞാനുണ്ടാവും, നമ്മളുണ്ടാവും. പിന്നെ ബുധനാഴ്ച പറഞ്ഞ പോലെ തന്നെ ലേഡിയാണ്. ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ 5 മണി വരെ. പിന്നെ വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണി വരെ എന്റെ ഡ്യൂട്ടിയാണ്. അങ്ങനെ ഞങ്ങൾ മാറി ഓരോ ദിവസത്തില് മാറി ചേഞ്ച് ചെയ്ത ഡ്യൂട്ടിയാണ് വന്നത്. തീർച്ചയായും. അപ്പൊ ഇപ്പൊ ഇന്ന ആക്കടെ അടുത്ത് ഇപ്പൊ നിങ്ങളുടെ അടുത്ത് വന്നു, അയാൾക്ക് തന്നെ അടുത്ത ആക്കടെ അടുത്ത് പോകണേ അല്ല, അങ്ങനെ വ്യത്യാസമൊന്നും ട്രീറ്റ്മെന്റിന് ഒരു വ്യത്യാസമില്ല. കാരണം ആളിവിടെ ഉണ്ടാവും. ഇപ്പൊ കാരണം ചില ആളുകൾക്ക് ഈ സ്ത്രീകൾക്ക് കൂടുതലായിട്ട് സ്ത്രീകളുടെ വിഷയം പറയുന്നതിന് സ്ത്രീകളുടെ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിനു വേണ്ടി മുൻഗണന കൊടുത്തിട്ടുണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് സ്ത്രീ ഒരാളും ലേഡി ഒരാളും നിൽക്കുന്നത്. കാരണം അവരുടേതായിട്ട് കുറെ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നതിന് വേണ്ടി ചില പരിമിതിയുണ്ട് ഒരാണിന്റെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇരിക്കുന്നവർക്ക് ആണുങ്ങളെയൊക്കെ ധൈര്യമായിട്ട് നമുക്ക് ചോദിക്കാം. നല്ല സ്ത്രീകളുണ്ട്, വയസ്സായ സ്ത്രീകളുമുണ്ട്, മറ്റല്ലാതെ വരുന്നുണ്ട്, എല്ലാവരും വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ മരുന്നില്ലാതെ ചികിത്സ നടത്തുന്ന അൽഷിഫ അക്യുപഞ്ചർ സെന്ററിന്റെ ലൊക്കേഷൻ വരുന്നത് മൂവാറ്റുപുഴ പെരുമറ്റം ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ്, അതായത് പെരുമറ്റം ജംഗ്ഷനിൽ നിന്നും ഒരു 200 മീറ്റർ അകത്താണ് ഈ സംഭവം, നമ്മുടെ മസ്ജിദിന്റെ ഓപ്പോസിറ്റ്.